കഴിഞ്ഞ ദിവസം നമുക്കറിയാം അഞ്ജലി മേനോൻ്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഈ 2024 വുമൺ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ എവിടെയെന്ന് പറഞ്ഞൊരു ചോദ്യം വന്നായിരുന്നു. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത് പലതും വന്നിട്ടുണ്ടെങ്കിലും കൃത്യമായ ഒരു മറുപടി വന്നത് ഇന്ന് തന്നെയാണ്. അതായത് നമ്മുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറഞ്ഞ സിനിമ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിനിമ നമ്മുടെ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. അതായത് 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ ഒരു ടൈറ്റിൽ പ്രീമിയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിനിമ പ്രീമിയർ ചെയ്തതിന് ശേഷം 8 മിനിറ്റ് സ്റ്റാൻഡിങ് ഓവേഷൻ കിട്ടി. ഇത് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ആദ്യമായിട്ടാണ് അത്ര ഒരു ടൈമും ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ കിട്ടുന്നത്. ആ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പായൽ കപാഡിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ അതിലെ പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് കന്നി കുസൃതി, ദിവ്യ പിള്ള, ഛായാകഥമാണ്. ഈ ഛായാകഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ് ലേഡീസ് എന്ന് പറഞ്ഞ സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കഥാപാത്രം ചെയ്തതാണ്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറയുന്നത്. അതായത് സ്ത്രീക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഉറപ്പായിട്ടും വരണം. അങ്ങനെയുള്ള സിനിമകളും കഥകളും വരുമ്പോൾ ആ ഒരു സിനിമകൾ വരും. നമ്മുടെ മലയാളത്തിലും വന്നിട്ടുണ്ട്. അല്ലാതെ ആവശ്യമില്ലാതെ എല്ലാ സിനിമകളിലും ഇത് കുത്തിക്കയറ്റി തിരികേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറഞ്ഞ സിനിമ അതിനുള്ള കൃത്യമായിട്ടൊരു മറുപടിയാണ്. അപ്പോൾ എന്താണ് ഇതിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.